ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, മനുഷ്യൻ ദുർബലനാണ്. അവനെ പിഴപ്പിക്കാൻ എപ്പോഴും പിശാച് സന്നദ്ധനുമാണ്. അതുകൊണ്ട് തന്നെ അവൻ തെറ്റുകളിലേക്ക് ചായുന്നു. അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും തെറ്റുകളിലേക്ക് പോകുന്നു. സദസ്സുകളിൽ ഒരുമിച്ചിരുന്ന് പല വർത്തമാനങ്ങളും പറയും. ആ വർത്തമാനങ്ങളിൽ നല്ലതും ചീത്തയും ഉണ്ടാകും, സത്യവും അസത്യവും ഉണ്ടാകും, ഏഷണിയും പരദൂഷണവും ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു മോചനം, ആ പറഞ്ഞ കാര്യങ്ങൾ അത് അല്ലാഹു തആല പുറത്തു തരണം. അതിനെന്താണൊരു പരിഹാരം? അതിൻ്റെ പരിഹാരമാണ് ആ സദസ്സിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോവുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ജലസ ഫീ മജ്ലിസിൻ കസുറ ഫീഹി ലഗതുഹു. ഒരു മനുഷ്യൻ ഒരു സദസ്സിൽ ഇരിക്കുകയും എന്നിട്ട് അവനൊരു അബദ്ധങ്ങൾ, അവൻ്റെ തെറ്റുകൾ, സംസാരത്തിലേക്കുണ്ടാകുന്ന കാര്യങ്ങൾ, പിഴവുകൾ അധികരിക്കുകയും ചെയ്താൽ ഫഖാല ഖബല അൻ യഖൂം, അവൻ എഴുന്നേറ്റ് പോകും മുമ്പ് ഇങ്ങനെ പറയട്ടെ, സുബ്ഹാനക റബ്ബന വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക സുമ്മ അതൂബു ഇലൈക്. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ കാന ഫീ മജ്ലിസിഹി ദാലിക്. ആ മജ്ലിസ് വെച്ച് അവന് സംഭവിച്ച അവൻ്റെ പിഴവുകൾ അല്ലാഹു തആല പുറത്തു കൊടുക്കാതിരിക്കില്ല. ഇമാം തിർമിദിയുടെ ഹദീസിൽ കാണാം, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അപ്പോൾ കഫാറത്തുൽ മജ്ലിസ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥന ഇതാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിലും നമുക്കിങ്ങനെ കാണാം, ഒരാൾ ധാരാളം നല്ലത് സംസാരിച്ചു എങ്കിൽ അന്ത്യനാളിൽ അവൻ അതിൻ്റെ പ്രതിഫലമുണ്ടാകും, അത് തുടർന്ന് വരും. ഇനി ഒരാൾ മോശമായ കാര്യങ്ങൾ, നല്ലതല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ അതിന് കഫാറത്തുണ്ട്. ആ കഫാറത്താണ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇപ്പോൾ ഈ 3 രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ കാണാം. സാധാരണ നമ്മളൊക്കെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കഫാറത്ത് മജ്ലിസ് നമ്മൾ സദസ്സിൽ നിന്ന് സംസാരങ്ങളെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അഥവാ എന്തെങ്കിലുമൊക്കെ പിഴവുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സദസ്സ് പിരിയുമ്പോൾ ഈ ദിക്റ് ചൊല്ലിയിട്ടാണ്, ഈ ദുആ ചെയ്തിട്ടാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. ആ ദുആ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ഖലിതങ്ങളോ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, പിഴവുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും, അത് പൊറുക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുക, നമ്മളത് ചൊല്ലുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.